ഹലോ ഹലോ അളിയ എവിടെ നിൽക്കുന്നു? എടാ ഞങ്ങൾ ഈ ബേപ്പൂർ കോട്ടയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കോട്ടയിൽ ഇറങ്ങി കേട്ടോ. അളിയാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നില്ലേ, ഞാൻ ഗ്ലാസും വെള്ളവും ടച്ചിങ്സും ആയിട്ട് അങ്ങോട്ട് വരുന്നു. എന്തിന്? അളിയല്ലേ പറഞ്ഞ അവിടെ കോട്ട ഉണ്ടെന്ന്. ഈടാ കോട്ട കിട്ടി കാര്യം ഒരു കോട്ടയുടെ അടുത്ത് നിൽക്കുന്നെന്നാ പറഞ്ഞത്. അതാണോ പറഞ്ഞത്? ആ ഹണിമൂണ് ഹണിമൂണ് ഹണിമൂണ്. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ അളിയാ? അതിന്റെ ചെലവൊന്നും കിട്ടിയില്ല. പിന്നെ നിനക്ക് ചെലവ് തരാൻ വേണ്ടിട്ട് നീ എന്റെ ആദ്യത്തെ ഭാര്യയല്ലേ? എടാ വെച്ചിട്ട് പോടാ, ഒരെണ്ണത്തിനെ കെട്ടിയെന്റെ ഭാര്യ ഇവിടെ തീർന്നില്ല, അതിനിടയ്ക്കാണ് അവന്റെ ചെലവ്. ഇവരൊക്കെ എങ്ങനെ വിളിക്കണമെന്നാണ്. ചേട്ടാ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തേ ചേട്ടനോട് അച്ഛൻ ഇങ്ങനെ മാറ്റി നിർത്തി ചെവിയിൽ എന്തോ പറഞ്ഞില്ലേ, എന്തുവായിരുന്നു? അത് വേറൊന്നുമല്ല, ഈ ഹണിമൂണിനൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പറഞ്ഞെന്നാ പറഞ്ഞത്. അത് എനിക്ക് ഈ മറവി രോഗമുണ്ട്, ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയി അവിടെ വെച്ച് മറന്നു പോരും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തുമാത്രം കോട, വാച്ച്, ഇസ്തിരിപ്പെട്ടി. ഈ ഇടയ്ക്ക് തൃശ്ശൂർ പൂരത്തിന് പോയപ്പം അപ്പനാണെങ്കിൽ അവിടെ താനേരെ അടുത്ത് വെച്ചിട്ട് മറന്നിട്ട് പോന്നു ഞാൻ. അല്ലല്ല, ഇപ്പൊ അതൊക്കെ മാറി 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 മാറി. ചേട്ടാ, എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. എനിക്കാണ് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ സാധിച്ചു തരും. എനിക്ക് 10 കുട്ടികൾ വേണമെന്ന ആഗ്രഹം. അപ്പൊ പെൻഷൻ ഇല്ല. എന്താ? അല്ല, ജോലിക്ക് പോയാലല്ലേ പെൻഷൻ കിട്ടത്തുള്ളൂ. 10 കുട്ടികളാവുമ്പോ പിന്നെ അവരെ നോക്കി വീട്ടിൽ ഇരിക്കണ്ടേ? എന്റെ പൊന്നു ദൈവമേ. ചേട്ടാ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. ആര് പറഞ്ഞു? നീ സിന്ധുവിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ആരോട് ചോദിക്കാൻ? എന്ത് പറഞ്ഞു? നീ എന്താ സത്യത്തിൽ ചോദിച്ചത്? ചേട്ടാ ഒട്ടും റൊമാൻറ്റിക് അല്ല. അതെ, അങ്ങനെ പറ, അങ്ങനെ പറ. അതെ, റൊമാൻസിക്ക് എന്റെ കയ്യിലെ പൈസ തീരുന്ന അനുസരിച്ച് റൊമാൻസ് കുറയും. അങ്ങനെയാണ് റൊമാൻസ്. വരെ ഒരു കാര്യം പറയട്ടെ. നിനക്ക് തരാം മഞ്ച്, ഉച്ചയ്ക്കുണ്ണാൻ ലഞ്ച്, തരുമോ എനിക്കൊരു ഫ്രഞ്ച്. ഇതെന്താ സംഭവം? എന്താ പിക്കപ്പ് ലൈനാ? ആണാ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ സാധനം പറയാം. കേരളത്തിലുണ്ട് കൊച്ചി, നീ എന്റെ അച്ചി, നിന്റെ അച്ഛന്റെ ഉച്ചി. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ടെന്ന്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയോ? നീ എനിക്ക് ചേരാത്ത വേഷങ്ങളും കെട്ടി ഇവിടെ കൊണ്ടുവന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പൈസ ഒന്നുമില്ല. എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് വല്ല പ്രണയം ഉണ്ടായിരുന്നോ? അയ്യോ, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോഴേ പേടിയാ. നീ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വിറച്ചോണ്ടിരിക്കുകയാണ്. സത്യമോ? സത്യം. നിനക്ക് പ്രണയം വല്ല ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. എന്റെ കൂട്ടുകാരികൾക്കുണ്ടായിരുന്നു. അപ്പൊ മോക്കില്ലായിരുന്നോ? പിന്നെ അവർക്കൊക്കെ മൂക്കില്ലേ? മൂക്കോ? എടി മോക്ക് നിനക്കില്ലായിരുന്നോ? എനിക്ക് അങ്ങനെയല്ല, ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരെണ്ണം. 10ാം ക്ലാസ് അത് പ്രായത്തിൻ്റെത്. +2 പഠിച്ചപ്പം 2 എണ്ണം. +2 അതും പ്രായത്തിൻ്റെത്. കോളേജിൽ പഠിച്ചപ്പം 3 എണ്ണം. അത് പ്രായത്തിന്റെ അല്ല. പിന്നെ 1 2 3. ദൈവമേ, പൊതിച്ചോറെന്നും പറഞ്ഞോണ്ട് സമൂഹ സത്യമാണോ പൊതിഞ്ഞോണ്ട് വന്നത്? ചേട്ടാ, അതെ, എനിക്ക് കല്യാണത്തിന് മുമ്പ് റീൽസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കൊള്ളാം, ഇതാണ് വളർത്തു ദോഷം. തള്ളൻ തന്നെയാനും പഠിപ്പിച്ചു വെച്ചിരിക്കണ. ഇതൊന്നും ചെന്ന് എടുക്കരുത് കേട്ടാ. എന്തോ എന്റർടൈൻമെന്റ്. എന്തൊരു എന്റർടൈൻമെന്റ് ആയിരുന്നാലും മോഷണം ഒരു നല്ല കലയല്ല. മോഷ്ടിക്കുന്നതല്ലെന്ന്. റീൽസിൽ ഡാൻസ് പാട്ടുക അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ അതാണ്. അപ്പോഴേ എനിക്ക് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്റർടൈൻമെന്റ് ഉണ്ട് എനിക്ക്. അതെ അതെ അതെ. ഞാൻ സാറ്റ് കളിക്കും. അല്ലല്ല, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ തന്നെ എണ്ണും, എന്നിട്ട് ഞാൻ തന്നെ ഒളിക്കും, എന്നിട്ട് ഞാൻ തന്നെ എന്നെ കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ തന്നെ വന്ന് സാറ്റടിക്കും. പിന്നെ ബോറടിക്കുമ്പോ ഞാൻ വീട് പൂട്ടിയിട്ട് നേരെ കടയിൽ പോയി 1 കിലോ ഏത്തമ്പഴം വാങ്ങിക്കും. എന്നിട്ട് ഞാൻ വന്ന് കോളിംഗ് ബെൽ അമർത്തും, എന്നിട്ട് ഞാൻ തന്നെ തുറക്കും, എന്നിട്ട് ഞാൻ അകത്ത് കയറി അതിഥിയെ സ്വീകരിക്കും. ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലേ? ഒറ്റ മനുഷ്യൻ കാണൂല. ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു നിങ്ങൾ. എനിക്ക് ഭ്രാന്താടി. എനിക്ക് ഭ്രാന്തായോണ്ടല്ലേ നിന്നെ കെട്ടി ഒരുക്കി ഇങ്ങനെ കൊണ്ട് നടക്കണ സ്ഥലങ്ങളിലല്ല. എനിക്ക് വേണ്ട നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇതെന്തോ ഇത്? അങ്ങോട്ട് ഹണിമൂൺ തുടങ്ങിയതേ ഉള്ളൂ, വഴക്ക് പ്രശ്നങ്ങൾ എല്ലാം ആയി. അയ്യോ ചേട്ടാ, നല്ലൊരു വണ്ടി, നമുക്ക് ഇവിടെ നിന്ന് ഒരു സെൽഫി എടുത്താലോ? ചേട്ടാ, ഇനി അത് തള്ളിയിട്ടിട്ട് വേണം കണ്ടവന്റെ സാധനത്തിന് ഞാൻ പോറലും എടുത്ത് പൈസ കൊടുക്കാൻ വേണ്ടി. ഒരു സെൽഫി നീ ചുമ്മാ എനിക്ക് സെൽഫി എടുക്കണം. ഇത് അങ്ങോട്ട് പോ. നല്ല രസം. മനുഷ്യൻ ഒരു സെൽഫി എടുക്കും. സെൽഫി ഇത്ര നേരം എടുത്തു പോരെ. നീ അങ്ങോട്ട് പോയി. ഞാൻ ഈ കണക്കൊക്കെ ഒന്ന് എഴുതി വെക്കിട്ട് ഇനി വൈകുന്നേരം ട്രെയിനും ബുക്ക് ചെയ്യണം. ദൈവമേ, ഐസ് കുടിച്ചത് 114 16 വണ്ടി ട്രെയിൻ. എക്സ്ക്യൂസ് മീ, ആ ഇരിക്കുന്ന സ്ഥലം കണ്ടായിരുന്നു? കാണാമല്ലോ. എനിക്ക് എവിടെ? എനിക്ക് കാണുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. അതങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ബാക്കിലോട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യണം. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരു വലിയ കണ്ണാടി എടുത്തിട്ട് ഈ കയ്യിൽ അങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം ബാക്കിൽ. അപ്പൊ കറക്റ്റ് കാണാൻ പറ്റും. എന്താണ് ഇരിക്കുന്ന സ്ഥലം അടിച്ചാൻ കേട്ടി തരും. ഇവിടെ ഇരിക്കുന്ന ഒരു കസേര ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അതെന്റെ പോക്കറ്റ് കിടക്കണ്ട. അതിങ്ങ് എടുക്ക്. എടാ പൊട്ടാ,
കസേര ആരെങ്കിലും എടുത്ത് പോക്കറ്റ് ഇടോ? അത് ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ ഇവിടെ വന്നേ ഉള്ളൂ. ഇയാളെ ഇവിടെ കണ്ട നല്ല പരിചയം ഉണ്ടല്ലേ? പോടാ. എടി നിന്നെ കണ്ട പരിചയം ഉണ്ടെന്ന് എനിക്ക്. ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല. സത്യമായിട്ട് കണ്ട പരിചയമുണ്ട്. നിന്റെ കണ്ണിൽ എന്താ തേങ്ങ ഇരിക്കുന്നത്? ഞാൻ ഇപ്പൊ നിന്റെ മുമ്പ് ഇക്കലടാ, നിനക്ക് കണ്ടുകൂടി ഇത്രയ്ക്ക് തന്നെ. പേങ്ങനോ? പിന്നെ എന്താടാ വിളിച്ച പേങ്ങനെന്നോ? സാറെന്താ പറഞ്ഞ? നിനക്ക് ഞാൻ ആരെന്നറിയാമോ? ആരാ സാർ ആരാ? ഞാൻ സ്പോട്ടിൽ ആർട്ടിസ്റ്റ്. അതെങ്ങനെ സാധിക്കും? എന്തുവാ? വെള്ളത്തിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ ആടുമ്പോ തെറ്റി പോകത്തില്ല? എന്തുവാ? ബോട്ടിലിരുന്ന് വരയ്ക്കുമെന്ന് പറഞ്ഞു ആർട്ട്. സ്പോട്ടിലല്ലെന്ന്. ഞാൻ സ്പോട്ടി ആരെങ്കിലും വരും, അവരെ കാണുമ്പോ അവരുടെ പടം ഞാൻ ഇങ്ങനെ കീച്ച് വരച്ചങ്ങ് വിടും. എന്റെ അപ്പനും ഭയങ്കര കലാകാരനാണ്, വരയ്ക്കും കിടിലായിട്ട് വരയ്ക്കും. കഥ പറഞ്ഞു കൊള്ളിക്കുമ്പോ ഇത് എന്റെ അപ്പൂപ്പൻ വല്ലതും പറയോ? ഒരു ചാൻസും ഇല്ല. പറ. ഞാൻ പറഞ്ഞോട്ടെ, ഈ അപ്പനുണ്ടല്ലോ, ഈ പണ്ട് ഈ പുള്ളിപ്പുലിയും വരയും പുലിയും അങ്ങനെ രണ്ട് പുലി ഇല്ല. പണ്ട് ഒരൊറ്റ പുലിയേ ഉള്ളൂ, ഒരു കളറിലും മഞ്ഞപ്പുലി. എന്തോ അത് അതിശയം. അങ്ങനെയൊന്നും അങ്ങനെ അപ്പൻ കാട്ടി പോയപ്പോ രണ്ട് മഞ്ഞപ്പുലി ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാ. നേരെ അപ്പ ഒരു ചിരട്ട എടുത്ത് കുറച്ച് കരിയും കൂടെ എടുത്തിട്ട് ഒരു ബ്രഷ് എടുത്ത് നേരെ ഒരു പുലിയുടെ അടുത്ത് വന്നിട്ട് ഇതില് മുക്കും ഇങ്ങനെ വരയ്ക്കും, വീണ്ടും ഇതില് മുക്കും ഇങ്ങനെ വരയ്ക്കും. എടാ വരച്ച് തീർന്നപ്പോ നോക്കിയപ്പോടാ ഒരു വരയും പുലിയുടെ അടുത്ത് ഒരു പുള്ളിപ്പുലി കിടക്കണ്. അതെങ്ങനെ പുള്ളിപ്പുലി? അപ്പ ഇങ്ങനെ വരച്ചിട്ട് കുടഞ്ഞില്ലേ, ഈ മഷിയെല്ലാം കൂടെ വരുന്ന ഇപ്പുറത്ത് പുള്ളിപ്പുലി. അങ്ങനെ രണ്ട് പുലി. അപ്പനെ രണ്ടായിട്ട് അവര് പങ്കിട്ടങ്ങെടുത്തു. ഇടേ എനിക്ക് നിന്നെ അറിയാനേ? നിനക്ക് അന്ന് താടി ഉണ്ടായിരുന്നു, എനിക്കറിയാം. അന്നൊരു പെണ്ണും ഉണ്ടായിരുന്നു, ഞാൻ പടം വരച്ചായിരുന്നു. ഏത് പെണ്ണ്? ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. നീ പോടാ, നിനക്ക് വേറെ ആള് മാറി പേയിച്ചോ. പോടാ. ഉണ്ടായിരുന്നല്ല, നോക്കട്ടെ. ഉണ്ട്. സിന്ധു എന്ന് പറഞ്ഞൊരു പെണ്ണ് കൊണ്ടുവന്നില്ല. സിന്ധുവിനെ കൊണ്ടുവന്നേ. സിന്ധുവിനെ നീ കൊണ്ടുവന്നില്ലേ? ഇവിടെ സിന്ധു എന്ന് പറഞ്ഞൊരു പെണ്ണില്ല, എനിക്ക് അറിയത്തില്ല. ഉണ്ട്. ആ പടം ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ പടം വരച്ചപ്പോ നീ എന്റെ അടുത്ത് പറഞ്ഞു, ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് 10,000 രൂപ തരാന്ന് പറഞ്ഞ് 500 രൂപയുടെ ഈ പടത്തിന്. നീ പതുക്കെ പറയടാ, 500 രൂപ കേസല്ലേ, നീ അടങ്ങ്. 500 രൂപയ്ക്കല്ല, 10,000 രൂപ. 10,000 രൂപ തരാം. നീ സിന്ധു വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ടൂറിന് വന്നതാ. സിന്ധു വീട്ടില്. നീ ഇന്ന് പോയേ, ചുമ്മാ ആവശ്യമില്ലാതെ. പൈസ തരുമോ? 10,000 രൂപ. 10,000 രൂപ ഞാൻ തന്നിരിക്കും. ഇത് നീ കൊണ്ട് വെയ്യടാ അങ്ങോട്ട്. തരാന്ന് പറഞ്ഞില്ലേ? നീ എന്തോ ഞാൻ ടെൻഷൻ അടിക്കുന്നേ? ഇപ്പമേ ചേട്ടാ. ഓ എന്നല്ലോ ഈശ്വരോ, കലിപ്പായി. മനുഷ്യ ഇത് എവിടെ പോയി കിടക്കും? സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് വരത്തൂല്ല. എന്റെ ദൈവമേ, ഈ അറിയാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്. ചേട്ടാ ചേട്ടോ, അതാ ചോദിച്ചു, എന്തുവാ എങ്ങോട്ട് പോവാ? നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ ആരാ അലഞ്ഞോണ്ട് നടക്കുന്നത്? ചേട്ടനെ നോക്കിയതാ. എവിടെ കൊണ്ട് കളഞ്ഞു? മനുഷ്യന്റെ കൂടെ വന്ന് എന്റെ കെട്ടിയവനെ നോക്കിയതാ, കാണുന്നില്ല. എന്ത് ചെയ്യുന്നു? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? നിന്നെ പോലുള്ള ഞരമ്പന്മാർ ഒരു പെണ്ണിനെ കാണുമ്പോ ആദ്യം പറയുന്നൊരു സാധനം ഇത്. അതല്ല കൊച്ചെ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. സത്യമായിട്ടും നിനക്കറിയാം, എന്നെ മനസ്സിലായില്ലയോ? ഇല്ല. ഞാൻ വളപ്പിന്റെ ആളാ. നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടി വെച്ചിട്ടുണ്ട് നീ ഒരു വളപ്പനാണെന്ന്. വളപ്പല്ല, വരപ്പിന്റെ ആളാ. ചിത്രകാരൻ. ഞാൻ പടമൊക്കെ വരയ്ക്കും ഇങ്ങനെ. എന്നെ ഒന്ന് വരയ്ക്കൂ. വരച്ചു തരാലോ. ഇരിക്കൂ, അവിടെ ഇരിക്കൂ. പക്ഷെ എന്റെ ചേട്ടനും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് വരയ്ക്കാവേ. ചേട്ടൻ അത്രയും താമസമോ? ഇവിടെ ഇരിക്കൂ. അല്ല, ചേട്ടനൊന്ന് വരട്ടെ. ചേട്ടൻ വരട്ടെ. വരച്ചു തരാന്ന്. ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു സൈഡ് വാരിട്ട് വരയ്ക്കാൻ നോക്കുമ്പോ ഇരിക്കവിടെ. മുഖം വരയ്ക്കും. മുഖം കറക്റ്റ് ആയിട്ട് ഞാൻ വരയ്ക്കാമേ. കാലെടുത്ത് ഇങ്ങനെ മേളി വെക്കൂ. മുഖം മറയ്ക്കുന്നതിന് ഇവ എന്തിനാ കാലെടുത്ത് മുകളിൽ വെക്കുന്നത്? വരച്ചു തുടങ്ങട്ടെ മക്കളെ. തുണ്ട് എന്തിനാണെന്ന് വരയ്ക്കുന്നേ? തുണ്ട് അടുപ്പിച്ചു നോക്കൂ. നല്ലോണം അടുപ്പിക്കും ഇങ്ങനെ. ഇനി നോക്കിക്കൊണ്ടിരുന്ന കൈവിട്ട് പോകും. തുണ്ട് ബാ പോവാം, ബാ. വീട്ടിൽ പോകാൻ എന്റെ പെണ്ണുപിള്ളേടാ അത്. ഭർത്താവാണ്. അയ്യോ സോറി സാറേ, അറിയാണ്ട് അടിച്ചതാ കേട്ടോ സാറേ. സാറിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് എനിക്ക് സോറി പറയണേ സാറേ. അല്ല, നീ പറഞ്ഞ ഞാൻ കേക്കാലോ, പിന്നെ എന്തിനാണ്? അല്ല, സാറിന്റെ മുഖം കണ്ടിട്ട് മുഖം സാറിനെ ഇതാരാ? ഇതെന്റെ ഭാര്യ. ഇത് നല്ല വണ്ണമുള്ള. അതൊക്കെ ഇപ്പൊ ഡയറ്റിങ്ങാ. അപ്പൊ സിന്ധു നദീതര സംസ്കാരത്തിൽ നമ്മൾ പോകുന്നുണ്ടല്ലോ കാണാനൊക്കെ. നദിയും കാണാൻ പോണ വഴിക്ക് എന്താ കുഴപ്പം? എന്താ? അതല്ല, പിന്നെ മറ്റേ സിന്ധു എന്ന് പറഞ്ഞ ഭാര്യ. 10,000 കുടുംബം തലയ്ക്കല്ലേ. ഒന്നുമില്ല, പുള്ളി ആരെയെ കണ്ട് മറന്നിട്ടേ. അല്ല ഇതല്ല. ഏതല്ല? മറ്റേ അന്നത്തെ കാര്യം. എന്തോ പുള്ളി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ അത്? എന്തുവാ നീ ചുമ്മാ ആവശ്യം? മറ്റേ പെണ്ണിന്റെ കാര്യം. ഏത് പെണ്ണ്? അന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നു. കുടുംബം തലയ്ക്കല്ലേ. ഇതാണ് എന്റെ ഭാര്യ. ഓ 10,000 രൂപ. ഓക്കെ, അപ്പൊ നന്ദി. എല്ലാം പറഞ്ഞ പോലെ നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പുള്ളിയെ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
എന്തൊരു ലൈഫ് അല്ലേ അവൻ പറഞ്ഞേക്കുന്നത്. നല്ല രസമുണ്ട്, പറഞ്ഞു കൊള്ളിച്ചു കളഞ്ഞേട്ടാ നീ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ താങ്ക് യു കേട്ടോ. അപ്പൊ ആൾക്കാരങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ വളപ്പെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഞാൻ കണ്ട അവന്റെ കുടുംബം നല്ലപോലെയൊക്കെ എന്തൊക്കെ ചെയ്ത്. പണ്ട് അവനും അവന്റെ കാമുകിയും കൂടെ വന്ന പടം വരച്ചത് ഞാൻ അവളെ കാണിച്ചിരുന്ന ഇപ്പൊ കുടുംബം തൊലയത്തില്ലെന്നോ. പിന്നെ ഒരെണ്ണം പോയല്ലോ അവതാരികയെ പോലെ ഇങ്ങനെ. അവളും അവിടെ ഒരു കാമുവനും പണ്ട് വന്നൊരു പടവും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നേ നിമിഷം വരെ കാണിച്ചിരുന്നെങ്കിൽ തൊലഞ്ഞല് ഇതൊക്കെ തന്നെ നടക്കുന്നത്. ആഗ്രഹ പോയിട്ട് ബേപ്പൂര്, അവിടെ നിന്ന് നമ്മൾ താജ്മഹൽ പോകും, വെള്ളച്ചാട്ടം 10,000 അല്ല അവിടെ അങ്ങനെ ഓരോ കാര്യങ്ങള് നമ്മളെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതാണ് പറയുന്നത് അളിഞ്ഞ മത്തിക്ക് പഴുത്ത പുളി കൂട്ടെന്ന്.